ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണുസുതി പുറത്ത് വന്നപ്പോൾ പറഞ്ഞ ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കൂടെ പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണുവിനെ ലാലേട്ടൻ തന്നെ ഹൗസിൽ വന്ന് കൂട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. രേണുസുതിക്ക് അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ടായിരുന്നു. വോട്ടിംഗ് അടിസ്ഥാനത്തിൽ 15 മത്സരാർത്ഥികളാണ് വോട്ടിങ്ങിൽ വന്നത്. അതിൽ 6ാം സ്ഥാനത്തായിരുന്നു രേണുസുതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുറത്തിറങ്ങിയ രേണുസുതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലൊന്ന്, ബിഗ് ബോസ് ഹൗസിനകത്ത് 35 ദിവസത്തോളം എടുക്കുമ്പോൾ ഹൗസിനകത്ത് ഏറ്റവും നല്ല ഗെയിമറായിട്ട് എനിക്ക് തോന്നിയത് അനീഷാണെന്നാണ് രേണുസുതി പറഞ്ഞത്. അതേപോലെ തന്നെ ഫയറായിട്ട് ഗെയിം കളിക്കുന്നത് അനീഷും അക്ബറും ആര്യനുമാണെന്ന് രേണുസുതി പറഞ്ഞു. ഫ്ലവറായിട്ട് എനിക്ക് തോന്നിയത് നൂറയും അനുമോളും ലക്ഷ്മിയുമാണ് എന്നാണ് രേണുസുതി പറഞ്ഞത്. കൂടാതെ രേണുസുതിക്ക് ബിഗ് ബോസിനകത്ത് പറ്റിയ പ്രശ്നങ്ങളെക്കുറിച്ച് രേണുസുതി പറയുമ്പോൾ, മുടിയിൽ തേക്കാനുള്ള എണ്ണ, ഷാമ്പൂ മുതലായവ ആദ്യ ദിവസങ്ങളിലൊന്നും കിട്ടിയില്ല. അത് തനിക്ക് വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടായി. തൻ്റെ കോൺഫിഡൻസ് ആകെ താഴ്ന്നു പോയി എന്നാണ് രേണുസുതി പറയുന്നത്. അതേപോലെ തന്നെ രേണുസുതി പറയുന്നത് ഡ്രസ്സൊന്നും കിട്ടിയില്ല. പണിപ്പുര വലിയൊരു അപകടം പിടിച്ച്, അതായത് 7ൻ്റെ പണി എന്ന് പറയുന്നു. ഡ്രസ്സൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ 1-2 ഡ്രസ്സ് 3-4 ദിവസം ഇടേണ്ട ഒരവസ്ഥ വന്നു. അത് തനിക്ക് തൻ്റെ ഗെയിമിനെയൊക്കെ വല്ലാതെ ബാധിച്ചു. മാനസികമായി ഞാനാകെ ഡൗൺ ആയിപ്പോയി എന്ന് രേണുസുതി പറയുന്നു. ഇതാണ് സീസൺ 7ലെ 7ൻ്റെ പണി എന്നാണ് രേണുസുതിയും പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് കൂടെ പറയും, മക്കളെ കാണണം എന്ന് കൂടെ പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേണുസുതിയെ പുറത്താക്കി. രേണുസുതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഏറ്റവും നല്ല ഗെയിമർ അനീഷാണെന്നും ഫയറായിട്ട് ഗെയിം കളിക്കുന്നത് ആര്യനും അക്ബറും അനീഷാണെന്നാണ് രേണുസുതി പറഞ്ഞത്.